ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ വീക്കെൻഡ് പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അമ്പാടി സാർ എന്ന വിഗ്രഹം അഞ്ജലിയുടെ മുമ്പിൽ ഉടഞ്ഞു വീണു സുഹൃത്തുക്കളെ. അമ്പാടി സാർ വലിയൊരു ധനികനാണ്, വലിയൊരു മുതലാളിയാണ്, ദാനശീലനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അമ്പാടിയും അർജുന കൂടി അഞ്ജലിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ആ ഒരു വിഗ്രഹം ഇന്ന് ഉടഞ്ഞു വീണിരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് പത്മയെ കാണുവാനായിട്ട് നമ്മുടെ അഞ്ജലി എത്തുകയും അവിടെ യാദൃച്ഛികമായിട്ട് അമ്പാടി പിടിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു എങ്കിലും ഒരു നിമിത്തം പോലെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. കാരണം അർജുൻ എത്രത്തോളം നമ്മുടെ അഞ്ജലിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം കൂടി ഇന്ന് അഞ്ജലി തിരിച്ചറിഞ്ഞൊരു എപ്പിസോഡായിരുന്നു കേട്ടോ ഇന്ന്. കാരണം അപ്പോഴും ഒരു സംഭവമുണ്ട്, രാജീവ് എന്ന് തന്നെയാണ് അമ്പാടിയും അതുപോലെ പത്മയും പറയുന്നത്. ഒരിക്കലും അർജുൻ എന്ന് പറയുന്നില്ല കേട്ടോ. ഇപ്പോഴും രാഘവനുണ്ണിയുടെ ഇളയ സന്തതിയാണ് ഈ അർജുനാണിത് എന്ന് പറയാനായിട്ട് ഉള്ള ധൈര്യം ആർക്കും ഇപ്പോഴും ഇല്ല കേട്ടോ. കാരണം അഞ്ജലിയുടെ ഏറ്റവും വലിയ ശത്രുവായ രാഘവനുണ്ണിയുടെ മകനാണ് അർജുൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിയുടെ പ്രതികരണം എന്താണ് എന്ന് പേടിച്ച് ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ അർജുൻ്റെ ഇഷ്ടവും കാര്യങ്ങളും എത്രത്തോളം വലുതാണ്, എത്ര ഡെപ്തിലുള്ളതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും പറയും. പക്ഷേ അർജുൻ ആരാണ് എന്നുള്ള സത്യം ഇതുവരെ ആർക്കും പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്താണെങ്കിലും ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ അർജുൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു വില, ആ ഒരു എത്രത്തോളമാണ് നമ്മുടെ അഞ്ജലിയെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം അഞ്ജലി ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അഞ്ജലിയോട് നമ്മുടെ അമ്പാടി എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അതായത് അഞ്ജലിയുടെ സ്കൂട്ടർ എടുത്തു കൊടുത്തത്, അങ്ങനെ അച്ഛന് ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ സഹായിച്ചത്, അങ്ങനെ എന്ത് സംഭവങ്ങളും എല്ലാത്തിനും പിന്നിൽ അമ്പാടിയെ മുൻനിർത്തി അർജുനാണ് ഇത് ചെയ്തത് എന്ന് ഒരു സംഭവം തിരിച്ചറിയുമ്പോൾ സന്തോഷവും സങ്കടവും വന്നിട്ട് നമ്മുടെ അഞ്ജലിയുടെ കണ്ണുകളങ്ങ് നിറഞ്ഞു പോവുകയായിരുന്നു എന്ന് ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇന്നുണ്ടായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് തന്നെ, അതായത് ഈ ഒരു സമയം, ഈ സംഭവമൊക്കെ നടക്കാൻ തൊട്ട് മുമ്പായിട്ട് പത്മയെ കണ്ട് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ നമ്മുടെ ഹരി വക്കീൽ അവിടെ നുഴഞ്ഞു കയറി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പത്മയുണ്ടോ എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ആ പത്മയും അഞ്ജലിയും ഒരുമിച്ച് നിൽക്കുന്ന അയാൾ കാണും. അപ്പോൾ താൻ വന്ന കാര്യം സാധിച്ചു എന്ന് ഹരി വിചാരിക്കും. അപ്പോൾ ക്യാമറയിൽ പകർത്താനൊക്കെ നോക്കും കേട്ടോ. പക്ഷെ അത് നടക്കില്ല. കാരണം ആ സമയത്ത് അമ്പാടി അവിടേക്ക് വരും. അപ്പോൾ ഒരു സംഭവമുണ്ട്. അപ്പോൾ പത്മ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സത്യം ഹരി അറിഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രാഘവനുണ്ണി അറിയും, കുറുപ്പ് അറിയും. അപ്പോൾ അവിടെ ഈ അമ്പാടിയുടെ അളിയനും ആ സംഭവം അറിയും. ഉടനെ തന്നെ അളിയൻ ഓടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ, പത്മയെ പിടിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം ആ ഒരു സെറ്റപ്പാണ്. അമ്പാടിയുടെ അളിയൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, പത്മയുടെ ഡ്രസ്സ് എല്ലാ സംഭവങ്ങളും എടുത്ത് വേഗം ഇവിടുന്ന് ഇപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം, എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം, രാജീവിനോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം പറയുമ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം, അഞ്ജലി അർജുൻ ഇവർക്കിടയിലെ മഞ്ഞുരുകി തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ വീക്കെൻഡ് പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ വേണ്ട അർജുൻ കാവ്യ വിവാഹം എന്ന് പറഞ്ഞിരുന്ന രാഘവനുണ്ണി വീണ്ടും സടകുടഞ്ഞ് എണീറ്റിട്ട് ഉണ്ട് കേട്ടോ. കാരണം പുള്ളിക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. അർജുൻ പോകുന്നത് താൻ ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റ് സൈഡിലാണ്. അവനൊരു കല്യാണപ്പൂട്ടിട്ടൊന്ന് പൂട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ രാഘവനുണ്ണി കുറച്ച് അഹങ്കാരത്തോടെയും സന്തോഷത്തോടെയും പറയുകയാണ് പ്രൊമോയിൽ, ഞാൻ അർജുനൊരു പൂട്ടും, ഒരു കല്യാണപ്പൂട്ട്, അപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് എല്ലാവരോടും കൂടി വളരെ സന്തോഷത്തിൽ ശംഖുചക്രം തറവാട്ടിൽ പറയാണ് കേട്ടോ.
എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അനുപമയുടെയൊക്കെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെ. അപ്പോൾ ബാക്കി എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കുറുപ്പ് രാഘവനെ വിളിക്കുന്ന സീനുണ്ട്. അപ്പോൾ കുറുപ്പ് പറയുന്നുണ്ട്, വിവാഹ തീയതി ഞാൻ മൂകാംബികയെ വെച്ച് അവിടെ ഒരു ജോത്സ്യനെ കൊണ്ട് ഉറപ്പിക്കാം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുകയാണ് രാഘവനുണ്ണിയോട്. എന്താണെങ്കിലും മുമ്പത്തെ പോലെയല്ല, രണ്ടും കൽപ്പിച്ച മട്ടിലാണ് കുറുപ്പും രാഘവനുണ്ണിയും. ഉടൻ തന്നെ കാവ്യ അർജുൻ വിവാഹം നടത്തണം, അർജുൻ്റെ പോക്ക് ശരിയല്ല, അവനെ വരുതിയിൽ വരുത്തണം, ഇങ്ങനെയൊക്കെയാണ് രാഘവനുണ്ണി ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ അത് വഴിക്ക് നടക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ രണ്ട് ദുഷ്ടക്കൂട്ടങ്ങൾ ഒന്നിച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ കാർത്തിക്കും കാവ്യയും കൂടി സംസാരിക്കുകയാണ്, പ്രൊമോയിൽ നമുക്ക് കാണാം. അപ്പോൾ കാർത്തിക് കാവ്യയോട് പറയുകയാണ്, നമ്മളെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അഞ്ജലിയാണ്. അവൾ ഇനി ജീവനോടെ ഇരിക്കാനായിട്ട് പാടില്ല, അവളെ എങ്ങനെയും തീർത്ത് കളയണം എന്ന് പറയുകയാണ്. അപ്പോൾ കാവ്യയുടെ കൂടി കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ അഞ്ജലിക്കുട്ടിയെ എങ്ങനെയും ഇല്ലാതെയാക്കണം, അല്ലാതെ ഈ പത്മ കേസിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ അഞ്ജലിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം എന്നാണ് ഈ കാർത്തിക് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ അഞ്ജലിയുടെ പുറകെ കുറച്ച് ഗുണ്ടകൾ, അഞ്ജലിയും നമ്മുടെ പത്മയും കൂടി സ്കൂട്ടറിൽ പോകുമ്പോൾ പുറകെ കുറേ ഗുണ്ടകൾ ഇങ്ങനെ വരുന്നുണ്ട് അഞ്ജലിനെ ലക്ഷ്യമാക്കിയിട്ട്. അപ്പോൾ ഇത് വന്ന വീക്കിൻ്റെ പ്രൊമോയുടെ ഏറ്റവും അവസാന ഭാഗത്താണ് കേട്ടോ കാണിച്ചത്. പക്ഷേ പ്രൊമോയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊന്നും അല്ല കേട്ടോ, വന്ന വീക്കിൻ്റെ പ്രൊമോയുടെ. അപ്പോൾ ഇന്നത്തെ വീക്കിൻ്റെ പ്രൊമോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുകയാണ്. അഞ്ജലിയും അർജുനും ഒന്നാകുകയാണ് കേട്ടോ. കാരണം അർജുൻ നമ്മുടെ അഞ്ജലിയുടെ കൈ പിടിച്ച് ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു സീന് പ്രൊമോയിൽ ആദ്യമല്ല രണ്ടാമതായിരുന്നു കാട്ടിയത് കേട്ടോ. അപ്പോൾ അഞ്ജലിയെ ചേർത്ത് പിടിച്ച് നമ്മുടെ അർജുൻ നിൽക്കുകയാണ്. അപ്പോൾ അഞ്ജലി ഒരു എന്താ പറയുക, വളരെ അധികം പ്രണയം നിറഞ്ഞ മുഖത്തോട് കൂടിയിട്ട് സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്ന ഒരു അഞ്ജലിയെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയധികം സന്തോഷത്തോടെ നമ്മൾ അഞ്ജലിയെ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. പലപ്പോഴും തൻ്റെ പ്രണയം ഇങ്ങനെ പലപ്പോഴും പല രീതിയിൽ അർജുൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നെല്ലാം നൈസായിട്ട് ഒഴിവാവുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഞ്ജലി ചെയ്യാറ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. അഞ്ജലിയുടെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിയപ്പോൾ ഒന്നും മിണ്ടാതെ ഒരു നാണക്കാരിയായി മാറുന്ന ഒരു അഡ്വക്കേറ്റ് അഞ്ജലിനെയാണ് നമുക്ക് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ അഞ്ജലി തിരിച്ചറിയാണ്, അർജുൻ അങ്ങനെയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എങ്കിലും അർജുൻ്റേതായ ചില കാരണങ്ങളുണ്ട്. തന്നെയാണ് അർജുന് ഏറ്റവും ഇഷ്ടം, തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവത്തിലേക്ക് ആ ഒരു അർജുൻ്റെ മനസ്സ് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ അഞ്ജലിക്ക് പറ്റുകയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് പ്രൊമോയിൽ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും അർജുൻ്റെ ഒരു മനസ്സ് മനസ്സിലാക്കാനായിട്ട് അഞ്ജലിക്ക് പറ്റിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം മുമ്പെല്ലാം പ്രൊമോയിലെല്ലാം നമ്മൾ എപ്പിസോഡിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, അഞ്ജലി എന്താണ് ഒരിക്കൽ പോലും ഇത് മനസ്സിലാക്കാത്തത്, അർജുൻ പറയുന്നത് കേൾക്കാൻ കൂടി എന്താണ് കൂട്ടാക്കാത്തത്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എങ്കിലും ഏറ്റവും അവസാനം ഒരു നല്ലൊരു ശുഭകരമായ രീതിയിൽ അർജുൻ അഞ്ജലി ബന്ധത്തിലേക്ക് എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എങ്കിൽ പോലും അർജുൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് അഞ്ജലിയോട് പറഞ്ഞിട്ടില്ല. അതും നമുക്ക് കുറച്ച് ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കട്ടെ. എന്താണെങ്കിലും അടുത്ത വീക്കിലെ എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഈ വീഡിയോസൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും വളരെ വിലപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.